ഹായ്, നമ്മൾ സച്ചുകുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഇപ്പൊ നമ്മള് നേരെ തടയും ചേട്ടന്റെയും വീട്ടിലോട്ട് പോവാണ്. അവനോട് നമ്മള് പറഞ്ഞിരുന്ന നമ്മള് ചെറിയ എന്തെങ്കിലും വാങ്ങിയിട്ടൊക്കെ വരുമെന്ന് മുന്നേട്ടോ. അവന്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയി. അപ്പൊ അവന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. വലിയ റിയാക്ഷൻ ഉണ്ടാവില്ല, കാരണം അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാത്തൊരു കുട്ടിയാണ്. അങ്ങനെ ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്റെ കൂട്ടാട്ടോ തീരെ ചെറുതായിട്ട് ഇവന്റെ കൂട്ടാ. പോവാ. അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ ഈ തടയും ഫ്ലാറ്റിലെത്തിയിട്ടോ. നമ്മൾ തായ്ലൻഡിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സച്ചക്കോട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങണോ എന്നങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിമോട്ട് കാർ. മറ്റേ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഇവന് അനിമെ അതൊക്കെ ഇഷ്ടമാണെന്നൊക്കെ നമുക്കറിയാം കേട്ടോ. അതിൽ ഏത് ആൾക്കാരെയാണ് ഇഷ്ടം അതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാനും കൂടെ അനിമേഷൻ എന്നൊക്കെയാണ് പറയൽ. അവനെ നമ്മൾ വാങ്ങിയത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇവളും സച്ചിക്കുട്ടനും കൂടെ ഇരുന്നിട്ടാണ് അതെല്ലാം സെറ്റാക്കി, അത് ഓപ്പൺ ആക്കി എല്ലാം സെറ്റാക്കി കൊടുത്തത്. പിന്നെ ഇവൻ്റെ കുട്ടി കുട്ടി ടോയ്സൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇവനൊരു കാന്തം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മാഗ്നറ്റിൻ്റെ. അത് പണ്ടൊക്കെ ഞാൻ പറയായിരുന്നു അവളോട്. എൻ്റെ വാപ്പി വായിൽ വെച്ചിട്ട് പുറത്ത്, അതായത് കവിളില്ലേ, കവിളിൻ്റെ ഉള്ളിൽ ഒരു ഇത് വെച്ചിട്ട് പുറത്ത് അതിൻ്റെ വേറൊരു ഇത് വെച്ചിട്ട് അങ്ങനെ വന്ന് പറ്റിക്കുമായിരുന്നു. എന്തോ പറ്റി പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ടോ. അങ്ങനെ സച്ചിക്കുട്ടിനെ ഇവളും കൂടെ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് രണ്ടുപേരും കൂടെ അതൊക്കെ വർക്കാക്കി നോക്കാമായിരുന്നു. ബാറ്ററി ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്നതിൽ ബാറ്ററി ഇല്ലായിരുന്നു, പക്ഷെ അവർ പറഞ്ഞ ബാറ്ററി വെച്ചിട്ടുണ്ടെന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ നമ്മളെ പറ്റിച്ചു ഗൈസ്, ബാറ്ററി ഇല്ലായിരുന്നേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മൂവിക്കും കൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ചധികം നേരം നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇവനെന്തായാലും ഗിഫ്റ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അതിനുശേഷം ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ബാറ്ററി അവിടെ കുറേ ഇങ്ങനെ പരിധി നടന്നിട്ട് ഇവൻ കൊണ്ടുവന്നു കേട്ടോ. കൊണ്ടുവന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, കാരണം സച്ചിക്കുട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി കേട്ടോ. ഇത് നമ്മൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത് ഷോർട്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഫുഡിന് നെയ്ച്ചോറും ബീഫും അങ്ങനെ ചിക്കൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു. എനിക്കിവിടെ വന്ന് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ബീഫാണ്. അപ്പം ഞാൻ വരുമ്പോൾ ഞാൻ പറയും ചേട്ടാ ബീഫ് വേണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വരല്. അപ്പോൾ അവരത് റെഡിയാക്കി വെക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ മൂവിക്ക് കയറിയിട്ടോ. നല്ല മൂവിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു മൂവി പോകുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ് ടു ബി വിത്ത് ദീസ് പീപ്പിൾ. പിന്നെ ഇടയ്ക്ക് വെച്ച് ചേട്ടന് വെച്ച് ഞങ്ങളുടെ പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സച്ചിക്കുട്ടൻ ചേട്ടൻ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം, എന്നാലാണ് അവന് കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പോയ തക്കത്തിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഗെയിം കളിക്കുകയായിരുന്നു. മറ്റേ ഒരു ഗുസ്തി പോലത്തെ ഒരു ഗെയിമില്ല, എനിക്ക് അതിൻ്റെ ഇതറിഞ്ഞൂടാ. എന്നിട്ട് അവനെ പറ്റിക്കാനൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ ഇപ്പം ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷേ ഗെയിമിലൊക്കെ വരുമ്പോൾ ആൾക്ക് നല്ല സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുരുത്തക്കേട് വികൃതി അങ്ങനെയൊന്നുമില്ല, ആളൊരു നീറ്റ് കിഡാണ്. അങ്ങനെ ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ഡേ നമ്മളെല്ലാവരും വീട്ടിൽ പോയി.